നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പ്രധാന സെൻസേഷൻ ആയിട്ടുള്ള ട്രെയിനുകളിൽ ഒരെണ്ണമാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൂടെ ഓടിയ ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് ആയിട്ടുള്ള നല്ലൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ഗോമതേശ്വര എക്സ്പ്രസ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിൻ്റെ ഹോൺ അടിച്ചിട്ട് ശല്യമായി. അതെ, വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഗോമതേശ്വര എക്സ്പ്രസ് വിസ്റ്റഡം കോച്ച് ഉണ്ടോ? മംഗലാപുരം ജംഗ്ഷൻ ടു യശ്വന്ത്പൂർ. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഫ്ലോ ഗോമതേശ്വര എക്സ്പ്രസ് അങ്ങ് കളഞ്ഞിട്ട് പോയി കേട്ടോ. വണ്ടി ഗോമതേശ്വര അപ്പുറത്തൂടെ പോകുന്നുണ്ട്, ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ ആദ്യമായിട്ട് ഓടിയ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് ആയിട്ടുള്ള മംഗലാപുരം ജംഗ്ഷൻ ടു നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ്സിന് നമുക്ക് ചെറിയൊരു യാത്ര നടത്തിയിട്ട് വരാം. ഇൻട്രോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇൻട്രോ ആയിപ്പോയല്ലേ. സാറില്ല, കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മംഗലാപുരം ജംഗ്ഷൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങേ അറ്റത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെയും ലോക്കോ കാണുന്നില്ലേ നിങ്ങൾ? ഇതിൻ്റെ ഫ്രണ്ടിലും ലോക്കോ ഉണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ്സിന് അങ്ങനെയാണ്, മുമ്പിലും ഉണ്ടാവും ബാക്കിലും ഉണ്ടാവും. ഈ ഒരു ലോക്കോ ആണ് കഴിഞ്ഞ ദിവസം നാഗർകോവിലിൽ നിന്ന് ഇങ്ങോട്ട് മംഗലാപുരം ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലോക്കോ ആണ് ഫ്രണ്ടിലുണ്ടായിരുന്നത്. WP5 വഡോദര ലോക്കോ ഷെഡിൻ്റെയാണ് കേട്ടോ. 379 നമ്പർ. ഇങ്ങനെ ഒരു WP5 കാണുമ്പോൾ കുറേ പേർക്കൊക്കെ ഭയങ്കര ഒരു ആശ്ചര്യമായിരിക്കും അല്ലേ, ഒരു വണ്ടർ അടിക്കും. കാരണം WP5 നമ്മുടെ WP7 പോലെയല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഡബിള് റെഡ് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള WP5. പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് കുറേ പേർക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നും. CLW എന്ന് കാണാം, വെസ്റ്റേൺ റെയിൽവേയുടെ ചിഹ്നം കാണാം, WP5 എന്ന് കാണാം, അതിൻ്റെ ലോക്കോയുടെ നമ്പറും അവിടെ കാണാം. WP5നെ ഇതുപോലെ ആക്കുന്നത് CLW ആണ് കേട്ടോ, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് ഈ ഒരു രൂപത്തിലേക്ക് നമ്മളെ ഈ ഒരു WP5നെ മാറ്റിയെടുക്കുന്നത്. അമൃത് ഭാരത് എക്സ്പ്രസ്സിന് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അൾട്രേഷൻ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കുന്ന ലോക്കോ ആണ് ഈ കാണുന്നത് കേട്ടോ, WP5. എയറോഡൈനാമിക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വലിയ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി വേറെ തന്നെ ഒരു ലുക്കാക്കി മാറ്റിയിട്ടില്ലേ. കാണുന്ന സമയത്ത് ശരിക്കും വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ട് പോലെ ഇല്ലേ. എന്നാലും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വന്ദേ ഭാരതാണെന്ന് തോന്നുള്ളൂ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത്. ആ ഒരു വലിയ വിൻഷീൽഡും ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. തുഗ്ലക്കാബാദ് ലോക്കോ ഷെഡിൻ്റെ EF9K എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കോ ഉണ്ടാവും. നിങ്ങൾ നമ്മളെ WAG9 ഇല്ലേ, ആ ഒരു സെയിം ഇത് തന്നെയാണ് EF9K എന്ന് പറയും. ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ ഈ ബാക്കിലുള്ള ഈ ലോക്കോ ഒക്കെ വഡോദര ലോക്കോ ഷെഡിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. 379 നമ്പർ കണ്ടോ നിങ്ങൾ? ആ ലോക്കോ അത് ലോക്കോയുടെ നമ്പറാണ്, വഡോദര എന്ന് എഴുതിയിട്ടുണ്ടോ. ഇപ്പോൾ ഉള്ളത് വെസ്റ്റേൺ റെയിൽവേയുടെ വഡോദര ലോക്കോ ഷെഡിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റെയിൽവേ മന്ത്രി ചെറിയൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ റെയിൽവേ വികസനങ്ങളും കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഏക ഡീസൽ ലോക്കോ ഷെഡായിട്ടുള്ള എറണാകുളത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് ലോക്കോ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോക്കോ, അതായത് ഇപ്പം വഡോദരയുടെ കയ്യിലുള്ള ഈ ഒരു ലോക്കോ ഒക്കെ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ എറണാകുളത്തിന് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ എറണാകുളത്തിന് കൊടുക്കും, അല്ലെങ്കിൽ ഈ ലോക്കോ ട്രാൻസ്ഫർ ആയിട്ട് നേരെ ഈറോഡിന് കൊടുക്കും, അല്ലെങ്കിൽ റോയപുരത്തിന് കൊടുക്കും. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് കൊടുക്കാനേ ചാൻസ് ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷൻ വരെ ഈ ഒരു ട്രെയിൻ തന്നെയാണ് ഞാൻ വന്നത്, അമൃത് ഭാരത് എക്സ്പ്രസ്സിന്. എല്ലാം 2026 നിർമ്മിച്ച കോച്ചുകളാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ സെക്കൻഡ് ക്ലാസ് ആണ്, ജനറൽ കോച്ചുകൾ. എന്ത് വെട്ടിത്തിളങ്ങുന്ന കോച്ചുകളാണെന്ന് നിങ്ങൾ നോക്ക്, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ചും ഗ്രേ കളറും കൂടിയതാണ് കേട്ടോ. പക്ക ഒരു വന്ദേ ഭാരതിൻ്റെ ലുക്ക് തന്നെയാണ്. ഈ ഒരു കോച്ചിൻ്റെ ജനറൽ ക്ലാസ്സിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാവേ, എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കാണണ്ടേ. നിങ്ങൾ ഓൾറെഡി വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ജനറൽ ക്ലാസ്സിൻ്റെ ഉൾവശം. സീറ്റിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ കണ്ടോ? ഇതൊരു പ്യുവർ മഞ്ഞയാണോ എന്ന് ചോദിച്ചാൽ പ്യുവറായിട്ടുള്ള മഞ്ഞയല്ല, ഒരു ഓറഞ്ച് കളറും മഞ്ഞയും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ്.
ഒരു പക്ക ഇതുണ്ടോ, ഒരു പക്ക യെല്ലോ കളറല്ല ഇതിനുള്ളത്, പിന്നെ ഗ്രേ കളറും, അങ്ങനെയാണ് സീറ്റിൻ്റെ കോമ്പിനേഷൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിൻഡോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. താഴെയൊക്കെ ഫുള്ള് ചെളിയാണ് കേട്ടോ, ആൾക്കാരാക്കുന്നതാണ് ഈ ചെളിയും കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരിവിടെ മംഗലാപുരം എത്തിയിട്ട് വണ്ടി തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അവർക്കും കുറേ പരിമിതികളുണ്ടല്ലോ തുടച്ച് വൃത്തിയാക്കുന്നതിന്. തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് വെള്ളം ഉണങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ കയറും, അപ്പോൾ പിന്നെയും ചെളിയാവും. അതാണ് പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ജനറൽ ക്ലാസ്സിനും ഇവിടെ മുകളിലും ഒരു ബർത്ത് ഉണ്ടാവും. പഴയ നിങ്ങൾ കോച്ചിനൊന്നും ഇതുപോലെ ബർത്ത് കാണില്ല. ഈ ഒരു ഇതുണ്ടാവും. പിന്നെ കമ്പിയും ഉണ്ടാവും ലഗേജ് വെക്കാൻ വേണ്ടി മാത്രം. ഇപ്പം കിടന്നുറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെഡും കാര്യങ്ങളൊക്കെ എല്ലാ ജനറൽ ക്ലാസ്സിനും ഇപ്പോൾ വരുന്ന എല്ലാ ജനറൽ ക്ലാസ്സിനും കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. താഴെ ഇരുന്ന് ഫുള്ളായാലും നമുക്ക് മുകളിലും ഏകദേശം 2-3 പേർക്ക് നല്ല വൃത്തിയായിട്ട് ഇരുന്നിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇനി അഥവാ ആളില്ലെങ്കിൽ നല്ല സുഖത്തിൽ കിടന്നുറങ്ങിയിട്ടും പോവാം. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് USB-C ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, A ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മറ്റേ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് കേട്ടോ, Cയും Aയും പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൊബൈൽ ഹോൾഡറാണ്, ഇത് മറ്റേ റബ്ബറിൻ്റെയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഫോൺ ഇട്ടാലും അത് ഫോണിന് ബാക്കിൽ സ്ക്രാച്ച് വീഴും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. റബ്ബർ സാധനമാണ് കൊടുത്തിട്ടുള്ളത്. 4 ഉണ്ട് കേട്ടോ മൊബൈൽ ഹോൾഡർ. എന്തായാലും നല്ല കാര്യമാണ്. ഇപ്പം വരുന്ന എല്ലാത്തിനും ഈ ഒരു C ടൈപ്പും A ടൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതിന് മാത്രമേ പ്ലഗ് കാണുന്നുള്ളൂ. അതുകൊണ്ട് അഡാപ്റ്റർ വേണ്ട, നിങ്ങൾക്ക് ആ ഒരു കേബിള് മാത്രം മതി, A ടൈപ്പ് ആയാലും C ടൈപ്പ് ആയാലും. ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് ടോട്ടൽ 11 ജനറൽ ക്ലാസ് ആണ് ഉള്ളത്. 11 ജനറൽ ക്ലാസ് കോച്ചുകളും 8 സ്ലീപ്പർ ക്ലാസ് കോച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാ കോച്ചുകളിലും ഇതുണ്ടോ, CCTV ഉണ്ട്, പിന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ എല്ലാ സ്റ്റേഷൻ എത്തുമ്പോഴും എഴുതി കാണിക്കുമോ എന്നുള്ളത് അറിയില്ല, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇനിയൊരു ടോയ്ലറ്റിൻ്റെ പോകുന്ന ഈ ഒരു വഴിയിൽ തന്നെ ഇവിടെ കണ്ടോ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് നേരെ ലോക്കോ പൈലറ്റിനെ വിളിക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും എമർജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ആവശ്യം അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ നേരെ ലോക്കോ പൈലറ്റിൻ്റെ അവിടത്തേക്ക് കോൾ ആവും. എന്നിട്ട് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം. അതിനാണ് ഈ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വന്ദേ ഭാരതിലൊക്കെ ഈ ഒരു സംഗതി ഉണ്ട് കേട്ടോ, അതിപ്പം ഈ ഒരു അമൃത് ഭാരതിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജനറൽ കോച്ചിൽ തന്നെ 2 ഭാഗത്തും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അവർ കഴുകി വെച്ചതാണ്, ഇപ്പം തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും ഒരു ഗാർബേജ് ഇത് വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ടോയ്ലറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡോർ തന്നെ ഉണ്ടോ, ഇതിൻ്റെ ആ ഡോറിൻ്റെ പാറ്റേൺ കണ്ടോ, ഒരു വെറൈറ്റി അല്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. ഞാൻ ദൂരത്തുനിന്ന് കാണിച്ചു തരാവേ, കണ്ടോ നൈസ് ലുക്കല്ലേ. ഇനി നമുക്ക് ടോയ്ലറ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യവ പൊളിച്ച്, നല്ല ഫ്രഷ് ടോയ്ലറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫ്രഷ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഡോറിനൊക്കെ നല്ല സൗണ്ട് വരുന്നു, അതിൻ്റെ വിജാഗിരിയുടെ ആണെന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡും ഈ ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെയാണ്. ഇതിൽ വെസ്റ്റേൺ ഞാൻ കണ്ടില്ല, അപ്പുറത്തെ സൈഡ് ഉണ്ടോ നോക്കട്ടെ, കാണിച്ചു തരാം. യെസ്, ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റാണ് കേട്ടോ. ഇതാണ് അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ്, നല്ല അടിപൊളി വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ, പിന്നെ സോപ്പ് ഡിസ്പെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സോപ്പ് ഉണ്ടോ അറിയില്ല, കയ്യിലാക്കാൻ വയ്യ, ചിലപ്പോൾ സോപ്പ് ഉണ്ടാവും. ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് എല്ലായിടത്തും വരുന്നതേ ഉള്ളൂ തോന്നുന്നു. ഓടി തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ, എല്ലായിടത്തും ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ട്രെയിനിൻ്റെ നമ്പർ പറഞ്ഞു, എന്നിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് എന്നും പറഞ്ഞു, അത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് നേരെ ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിലുള്ള WP5 കൂടെ കാണാവേ. ബാക്കിലുള്ളതല്ലേ നേരത്തെ കാണിച്ചത്. ഈ കാണുന്നത് നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ ഹോട്ട് ബൊഫെ കാറാണ്, അഥവാ നമ്മുടെ പഴയ പാൻട്രി കാർ. ഇതിന് കൊടുത്തിട്ടുള്ളത് നോൺ AC പാൻട്രി കാറാണ് കേട്ടോ. എല്ലാ ട്രെയിനുകൾക്കും നമ്മൾ പൊതുവെ കാണുന്നത് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള AC പാൻട്രി കാറായിരിക്കും അല്ലേ. പക്ഷേ ഇതിന് കൊടുത്തിട്ടുള്ളത് നോൺ AC പാൻട്രി കാറാണ്. കണ്ടോ, ഇവിടെ സാധാരണ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ്, നോൺ AC ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ WP5 ലോഗോ കേട്ടോ. ഇതും വഡോദരയുടെ തന്നെയാണ്, 389 നമ്പർ WP5 ഇതാണ് നയിക്കുന്നത്. രണ്ടും നയിക്കും, അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. കാരണം ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്. എറണാകുളത്തിൻ്റെ ഒരു WDG4 ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു BCNA ഫ്ലൈറ്റിന് കപ്പിൾ ചെയ്തിട്ട്.
അതാണ് ഭയങ്കര സൗണ്ട്. സൗണ്ട് കുറഞ്ഞു, ഭാഗ്യം, സമാധാനമായി. ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് ഫ്രണ്ടിലും ബാക്കിലും എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ വന്ദേ ഭാരതും മെമു ട്രെയിനൊക്കെ ഇല്ലേ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇതും ഒരു ട്രെയിൻ സെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വന്ദേ ഭാരതും മെമു ഒക്കെ പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും എഞ്ചിനുള്ള ടൈപ്പ് ട്രെയിനുകളെയാണ് ട്രെയിൻ സെറ്റ് എന്ന് പറയുന്നത്. അതുപോലൊരു ട്രെയിൻ സെറ്റ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രെയിനാണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്. പക്ഷേ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലോക്കോയും ബാക്കിലുള്ള ലോക്കോയും കപ്പിൾ ചെയ്യാനും ഡീകപ്പിൾ ചെയ്യാനും പറ്റും. നമ്മളെ വന്ദേ ഭാരത് മെമു വെച്ച് നോക്കുന്ന സമയത്ത് എൻജിൻ ഡീകപ്പിൾ ചെയ്യാനോ പിന്നീട് അത് മാറ്റി വേറെ വേറെ റേക്കിന് കപ്പിൾ ചെയ്യാനോ പറ്റില്ല. അത് ഇതിന് പറ്റും. പക്ഷേ എന്നാലും നമുക്കൊരു ട്രെയിൻ സെറ്റ് ആണെന്ന് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിനെ പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു വണ്ടിക്ക് മുന്നിലും ബാക്കിലും ലോക്കോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും ഓടുന്ന സമയത്ത് പ്രവർത്തിക്കും കേട്ടോ. ഇതൊരു പുഷ് പുൾ ട്രെയിൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഫ്രണ്ടിലുള്ള ലോക്കോ മുന്നിലേക്ക് പുള്ള് ചെയ്യുമ്പോൾ ബാക്കിലുള്ള ലോക്കോ ഈ വണ്ടീനെ മുന്നിലേക്ക് പുഷ് ചെയ്യും, തള്ളിവിടും. പുറകിൽ നിന്ന് ഇങ്ങോട്ട് തള്ളും, മുന്നിൽ നിന്ന് ഈ വണ്ടി പുള്ള് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു വണ്ടി പ്രവർത്തിക്കുന്നത്. രണ്ട് ലോക്കോയിലും ഈ ഒരു ഫ്രണ്ടിലെ ലോക്കോയിൽ എത്രത്തോളം ആക്സലറേഷൻ ആണോ കൊടുക്കുന്നത് അത്രയും പവർ, അത്രയും ആക്സലറേഷൻ തന്നെ ബാക്കിലുള്ള ലോക്കോയും കൊടുക്കും. അതാണ് ഈ പുഷ് പുൾ വണ്ടികളുടെ പ്രത്യേകത. മുന്നിലെ ലോക്കോയിൽ നിന്നും പിന്നിലെ ലോക്കോയിൽ നിന്നും സെയിം എമൗണ്ട് ഓഫ് പവർ ഒരേ സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് പെട്ടെന്ന് പവർ കയറും. ഹോഴ്സ് പവർ 5500 ഹോഴ്സ് പവർ എങ്ങാനുമാണ് ഈ ഒരു WP5-നുള്ളത്. അപ്പോൾ രണ്ടും കൂടി ആവുന്ന സമയത്ത് ഒരേ സമയം തന്നെ 10,000-ന് മുകളിൽ ഹോഴ്സ് പവറാണ് ഒരേ സമയത്ത് വരുന്നത്. ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കയറാനൊക്കെ പെട്ടെന്ന് പറ്റും. ഒന്നാമത് ഈ ഒരു WP5 തന്നെ പരമാവധി സ്പീഡിലങ്ങ് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടെണ്ണം കൂടി ആയാലും നിങ്ങൾ വിചാരിച്ച് നോക്ക് എത്ര പെട്ടെന്ന് സ്പീഡ് കയറും എന്നുള്ളത്. ഈ ഒരു WP5-ന്റെ ഫ്രണ്ട് സൈഡ് ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എയറോ ഡൈനാമിക് ഡിസൈനിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു WP5-ന്റെ നേരെ പുറകു വശം നിങ്ങൾ കണ്ടോ, ഇതൊരുമാതിരി എന്താ പറയണ്ടേ, ഇങ്ങനെ ചളുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു ബാക്ക് സൈഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് സൈഡ് കണ്ടോ. നിങ്ങൾ WAG7 ലോക്കോ കണ്ടിട്ടില്ലേ, ഗുഡ്സ് ലോക്കോ. ആ ഒരു ഗുഡ്സ് ലോക്കോ ഏകദേശം ഈ ഒരു സെയിം ലുക്കിലാണ് വരുന്നത്. ഇങ്ങനെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് WAG7 ഉള്ളത്. ആ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ലോക്കോ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത്. കണ്ടോ, നമ്മുടെ ക്രൂ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള ക്രൂ ഇവിടുന്ന് കയറുന്നുണ്ട്. ലോക്കോ പൈലറ്റും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റും. ബാക്കിൽ ലോക്കോ പൈലറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, മിക്കവാറും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക മാത്രമേ വേണ്ടൂ ബാക്കിലുള്ള ലോക്കോയിൽ നിന്ന്. എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഫ്രണ്ടിലുള്ള ലോക്കോ ആയിരിക്കും. ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് ടോട്ടൽ ഓറഞ്ച് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ റേക്കും അതുപോലെ തന്നെ ലോക്കോയും വരുന്നത് കേട്ടോ. ടോട്ടൽ അങ്ങ് ഈ ഒരു ഫ്രണ്ട് തൊട്ട് അങ്ങ് ബാക്കിൽ വരെ ഈ ഒരു സെയിം കളർ പാറ്റേണിലാണ് വരുന്നത്. ഈ വണ്ടിക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജനറലിനൊക്കെ ഇഷ്ടം പോലെ സീറ്റ് വേക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തിട്ട് മര്യാദക്ക് ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്താണ്. S3-ൽ 71 സൈഡ് ലോവർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിലുള്ള ജനറലിനൊന്നും ആരും ഇല്ല കേട്ടോ. ഏതോ ഒരു കോച്ചിൽ കുറച്ച് ആൾക്കാരെ കണ്ടു. ഈ ഒരു കോച്ചിലൊന്നും ആരുമില്ല, വെറുതെ തുറന്നിട്ടിരിക്കുക. സീറ്റൊക്കെ ഫുള്ള് കാലി. ഇനി കാസർഗോഡൊക്കെ എത്തുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കയറും വണ്ടിക്ക്. ഓഫീസ് ടൈമിൽ ഏകദേശം ആ ഒരു ഓഫീസ് ടൈമിൽ ഓടുന്ന വണ്ടിയാണ്. കാസർഗോഡ് നിന്ന് കണ്ണൂർ പോകുന്നവരൊക്കെ ഈ വണ്ടിയിൽ കയറും. ഈ കാണുന്ന S3 കോച്ചിലാണ് ഞാൻ തിരൂർ വരെ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ 2026 നിർമ്മിച്ച കോച്ച. നല്ല ഫ്രഷ് കോച്ചുകളാണേ. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും ഇതുപോലെ പുതുപുത്തനായിട്ട് നിൽക്കട്ടെ. ഈ കാണുന്നതാണ് സ്ലീപ്പറിൻ്റെ ഉൾവശം. ധന്യവാദം എന്നൊക്കെ പറയുന്ന. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്ലീപ്പറിൻ്റെ ഉൾവശം കേട്ടോ. ഏകദേശം തേർഡ് AC പോലെ ഇല്ലേ, തേർഡ് AC എക്കണോമി കോച്ച് പോലെ ആ ഒരു ഏകദേശം കളർ കോമ്പിനേഷനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തു. സെയിം എന്താ പറയണ്ട പാറ്റേൺ തന്നെയാണ് സീറ്റിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ജനറലിനുള്ള പോലെ ഏകദേശം ഒരു ഓറഞ്ച് മഞ്ഞ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു കളറും പിന്നെ ഗ്രേ കളറും ആ ഒരു സീറ്റ് ചാരി അങ്ങനെ വരുന്നത്. ചാരി എന്ന് പറയാൻ പറ്റില്ല, ഇത് ബെഡാണല്ലോ. പിന്നെ ഉള്ളത് മുകളിൽ വശത്തുള്ള ഈ ഒരു ഇത് നടുക്കുള്ള ആ ഒരു ബെഡ് താങ്ങി നിർത്തുന്ന ആ ഒരു ചെയിന് കൊടുത്തിട്ടുള്ള കവറിങ്ങും ഈ ഒരു മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിററ് ഇവിടെ നടുക്കായിട്ട്
ഇങ്ങനെ ഒരു ട്രേ ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കാനും താഴ്ത്തി വെക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നിൽക്കും. പിന്നെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ മടക്കി വെക്കാം, ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. പിന്നെ കിടക്കുന്ന ഇവിടെയായിട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സി ടൈപ്പ്, എ ടൈപ്പ്. പിന്നെ അത് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഇപ്പുറത്തും ആ സെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും അതുപോലെ തന്നെയുണ്ട്. പിന്നെ മൊബൈൽ ഹോൾഡർ നേരത്തെ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ തന്നെയാണ്. ഇവിടെയുണ്ട് കേട്ടോ മൊബൈൽ ഹോൾഡർ. താഴെ കിടക്കുന്ന ലോവർ ബർത്തിലുള്ള ആൾക്കാർക്ക് മൊബൈൽ വെക്കാനും പിന്നെ നടുക്ക് കിടക്കുന്ന ആൾക്കാർക്ക് മൊബൈൽ വെക്കാനും ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഇത് അപ്പർ ബർത്തിൽ കിടക്കുന്ന ആൾക്ക് അവിടെ മൊബൈൽ വെക്കാനുള്ള സൗകര്യം എന്തായാലും അടിപൊളി. ആ കാണുന്നത് ചെയിൻ വലിക്കാൻ പാടില്ല. ഈ ഒരു ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ സൈഡ് ലോവർ, സൈഡ് അപ്പർ, പിന്നെ മുകളിലത്തെ സീറ്റ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറാണേ. അവിടെയും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. ഇത് സൈഡ് ലോവറിലുള്ളവർക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അടിപൊളി കോച്ചാണേ. താഴെയൊക്കെ നല്ല എന്തോ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് നല്ല സ്മെല്ലുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള LHB കോച്ചുകളെ വെച്ചിട്ട് ഈ ഒരു അമൃത് ഭാരതിൻ്റെ നോക്കുന്ന സമയത്ത് സ്ലീപ്പറിൽ ഈ ഒരു 2 സീറ്റ് തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പില്ലേ, അത് തീരെ ഇല്ലാത്ത പോലൊരു ഫീല് തോന്നുന്നു എനിക്ക്. അതെന്താ അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഈ ഇത് കണ്ടോ, 2 ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അത് കാണുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയില്ല. വീതി സെയിം ആണോ എന്ന് ഇനിയിപ്പം മറ്റേ സാധാരണ വണ്ടിയിൽ കയറുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നിന്ന് നോക്കണം. ഇതിൻ്റെ ഈ മുകളിലേക്ക് കയറാനുള്ള ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയുള്ള ഫുഡ് സ്റ്റെപ്പാണേ. അപ്പോൾ മര്യാദക്ക് ചവിട്ടി കയറാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് പിടിച്ച് കയറാനായിട്ട്. ഇതേ മുകളിൽ ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് കയറാനും ഇറങ്ങാനും പറ്റും അപ്പർ ബർത്തിലേക്ക്. ഇനി സ്ലീപ്പറിൻ്റെ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ 2 സൈഡിലും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. വാഷ് ബേസിൻ കുഴപ്പമില്ല. കറിയും കാര്യങ്ങളൊക്കെ ആരോ തെറിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. മര്യാദക്ക് കഴുകൂല, അതാണ് പ്രശ്നം. പിന്നെ ടോയ്ലറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണ്. ഡോറിനൊക്കെ ഭയങ്കര സൗണ്ട് തുറക്കുന്ന സമയത്ത്. പിന്നെ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പിടിച്ച് നിൽക്കാനോ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. സോപ്പ് ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ കാണാം. വാഷ് ബേസിനും ക്ലീനാണ്. നമ്മൾ കാണുന്ന ഈ ഒരു അമൃത് ഭാരതിൻ്റെ കോച്ചുകളെല്ലാം ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ നിർമ്മിച്ച കോച്ചുകളാണ് കേട്ടോ. അതിൻ്റെ ഒരു ബോർഡാണ് ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രേ കളർ സീറ്റിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചളി പിടിക്കും. വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയണ്ട മോശമായി പോകുന്ന ടൈപ്പ് കളറിൽ വരണതാണ് ഈ ഗ്രേ കളർ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ അടുത്തുനിന്ന് നോക്കിയാൽ ഇതിൽ ചളി കാണാം. ഈ അഴുക്ക് ഈ തലയിൽ തേച്ച വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് ആൾക്കാർ കിടക്കുന്ന സമയത്ത് അതിൽ പിന്നെ ചളിയൊക്കെ പറ്റി പിടിച്ചാൽ പിന്നെ അത് പോവില്ല. ഇപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ വെള്ളമൊക്കെ നനഞ്ഞ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം വൃത്തികേടാവും ഈ ഒരു സീറ്റ്. ഈ വിൻഡോസിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ. ജസ്റ്റ് ഒന്ന് തൊടുന്നേ ഉള്ളൂ. ഇതേ എന്ത് സ്മൂത്താണ് നോക്ക്. ഇതേ അങ്ങനെ വിട്ടു. ഇതാ പോണു. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള വിൻഡോയാണ്. 2023 ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഓടുന്ന ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് AC കോച്ചുകൾ ഒന്നും തന്നെ ഇല്ല. തേർഡ് AC ഇല്ല, തേർഡ് AC എക്കണോമി ഇല്ല, സെക്കൻഡ് AC ഇല്ല, ഫസ്റ്റ് AC ഇല്ല. അങ്ങനെയുള്ള AC കോച്ചുകൾ ഒന്നും തന്നെ ഇല്ല. ഒരു 3/4 ഭാഗത്തോളം ജനറൽ കോച്ചുകളും ഒരു 1/4 ഭാഗത്തോളം സ്ലീപ്പർ കോച്ചുകളും മാത്രം വെച്ചിട്ട് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനാണ് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ.
SMVT ബാംഗ്ലൂരിൽ നിന്ന് മാൽഡ ടൗണിലേക്ക് പോകുന്നൊരു അമൃത് ഭാരത് എക്സ്പ്രസ് ഉണ്ട്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വണ്ടി തന്നെയാണ്. ആ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ് ആയിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്തൂടെ ഓടിക്കൊണ്ടിരുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അന്ന് നമുക്ക് കേരളത്തിന് അമൃത് ഭാരത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ 3 അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് നമ്മുടെ കേരളത്തിന് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതൊരുമാതിരി അനൗൺസ്മെന്റ് ആണ്, മെനകെട്ട അനൗൺസ്മെന്റാ. ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ത്യൻ റെയിൽവേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞിട്ട്. എത്ര തവണ കേൾക്കണത്? ഭ്രാന്ത് വരുന്നു. അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കണ്ടിരുന്നു ഞാൻ പിടിച്ച് ഓഫ് ചെയ്തേനെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമുക്ക് കേരളത്തിന് 3 അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് എന്ന് പറയാൻ പറ്റുന്ന മംഗലാപുരം ജംഗ്ഷൻ നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 അമൃത് ഭാരത് എക്സ്പ്രസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നേരെ ചർലപ്പള്ളിയിലേക്ക് പോകുന്ന അമൃത് ഭാരത് ഉണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ താമ്പരത്തേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ഉണ്ട്. ഇങ്ങനെ 3 അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ കേരളത്തിന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൊടുത്തിട്ടുള്ളത്. KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയത്. നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കും. ഏകദേശം 7:58 ഇപ്പോൾ 8 മണിയാണ് ഡിപ്പാർച്ചർ ടൈം ഇവിടുന്ന് ഈ വണ്ടി. സ്ലീപ്പർ കോച്ചിൻ്റെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ ആ ഒരു സൈഡിലും എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ഉണ്ട് കേട്ടോ. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷറും ഇവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു കിടിലം പ്രത്യേകത ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിനുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിന് നിങ്ങൾക്ക് RAC ടിക്കറ്റും തത്കാൽ ടിക്കറ്റും കിട്ടൂല. വളരെ നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ RAC ഒക്കെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വെറുതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. പൈസ എങ്ങനെ ഊറ്റി മേടിക്കാന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് ഈ RAC എന്ന് പറയുന്നത്. ഈ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ അടിച്ചു പൊട്ടിക്കും കേട്ടോ. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന്. ഇത് മറ്റേ 3 കിങ്സ് സിനിമയിലാകുമ്പോൾ മറ്റേ ജയസൂര്യ പേര് കേൾക്കുന്നില്ല, മറ്റേ പേരും കിട്ടുന്നില്ല, അത് മറന്നുപോയി. അതുപോലെയാണ് ഇങ്ങനെ ഇടക്കിടക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭ്രാന്ത് വരുന്നത്. അപ്പം RAC പരിപാടി ഇന്ത്യൻ റെയിൽവേ ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് എന്തോ ഭാഗ്യത്തിന് കൊടുത്തിട്ടില്ല. നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫുള്ള് പൈസയും മേടിച്ചിട്ട് സീറ്റിൻ്റെ ഒരു പകുതി ഒരാൾക്കും മറ്റേ പകുതി മറ്റാൾക്കും കൊടുക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതിലും വൃത്തികെട്ട പരിപാടി വേറെ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് മാവേലിക്കാണ് പോകുന്നത്. അതിന് എനിക്കിപ്പോൾ RAC ആണുള്ളത്. അതെന്തായാലും കൺഫേം ആവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം 100 എങ്ങാനുമാണ് RAC ഉള്ളത്, 100ന് മേഖലയുണ്ട്. അതെന്തായാലും കൺഫേം ആവില്ല. ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ടൈമുള്ളൂ. ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിന് RACയും തത്കാൽ ടിക്കറ്റും നിങ്ങൾക്ക് കിട്ടൂല. ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ തന്നെ ആ വെയിറ്റിംഗ് ലിസ്റ്റ് നേരെ RAC ആവാതെ കൺഫേം മാത്രമേ ആവുള്ളൂ. ഇനി അഥവാ കൺഫേം ആയില്ലെങ്കിൽ ആ വെയിറ്റിംഗ് ലിസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റ് തന്നെ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. അങ്ങനെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് മംഗലാപുരം ജംഗ്ഷന് 3 മിനിറ്റ് ഡിലേ ആയിട്ട് 8:03 ആവുന്ന സമയത്ത് എടുത്തിരിക്കുകയാണ്. കണ്ണൂർ എക്സ്പ്രസ്സിന് ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കയറി പോവുകയാണേ. ഇത് നമ്മുടെ പുറകിൽ വരും കണ്ണൂർ എക്സ്പ്രസ്. ഇനി നമുക്ക് കാസർഗോഡേ സ്റ്റോപ്പുള്ളൂ, അതിനിടക്ക് വേറെ എവിടെയും സ്റ്റോപ്പില്ല.
ഇതിൽ പാൻട്രി കാർ ഉള്ളതുകൊണ്ട് ഫുഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കഴിച്ചിട്ട്. നമ്മളെ കുമ്പള സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചവിട്ടി കേട്ടോ. ഇനി കാസർഗോഡാണ് സ്റ്റോപ്പുള്ളത്. കാസർഗോഡ് ഇത് എത്തേണ്ട ടൈം 8:37 ഇപ്പം 8:37 ആയി. ഈ അമൃത് ഭാരത് നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് എല്ലാ ചൊവ്വാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 11:40 നാഗർകോവിൽ ജംഗ്ഷൻ എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 5 മണിയാവുന്ന സമയത്ത് മംഗലാപുരം ജംഗ്ഷനിലെത്തും. ഏകദേശം 704 കിലോമീറ്ററാണ് നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ളത്. അത് സഞ്ചരിക്കാനായിട്ട് ഈ വണ്ടി എടുക്കുന്ന ടൈം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. 17 മണിക്കൂറും 20 മിനിറ്റും എടുത്തിട്ടാണ് നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഈ വണ്ടി എത്തുന്നത്. അങ്ങനെ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. 8:37 ഇവിടെ എത്തേണ്ടത് 8:48 എത്തിയത് കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ഡിലേ. അതുപോലെ നമ്മളിപ്പോൾ പോകുന്ന മംഗലാപുരം നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്ക് മംഗലാപുരം ജംഗ്ഷൻ എടുത്തിട്ട് അന്നത്തെ ദിവസം രാത്രി 10:05 ആവുന്ന സമയത്ത് നാഗർകോവിൽ ജംഗ്ഷനിലെത്തും. എന്നിട്ട് നാഗർകോവിലെത്തിയ ഈ റേക്ക് അവിടുത്തെ പിറ്റ് ലൈനിൽ വെച്ചിട്ട് മെയിൻ്റനൻസ് നടത്തും. നാഗർകോവിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസും പരിപാടികളൊക്കെ നടത്തുന്നത്. അതുപോലെ ഈ മംഗലാപുരം നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ഏകദേശം യാത്ര അവസാനിപ്പിക്കാനായിട്ട് 14 മണിക്കൂറും 5 മിനിറ്റുമാണ് എടുക്കുന്നത്. എന്നാൽ നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന സമയത്ത് 17 മണിക്കൂർ 20 മിനിറ്റുമാണ് എടുക്കുന്നത്. അപ്പം അപ്പ് ആൻഡ് ഡൗൺ സർവീസ് നോക്കുന്ന സമയത്ത് 3 മണിക്കൂറിന് മേലെ ഡിഫറൻസ് ആണ് ഉള്ളത്. കാരണം ഇങ്ങോട്ട് വരുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്സിന് ബഫർ ടൈം, എക്സ്ട്രാ ടൈം ഒരുപാട് അധികം ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ പതുക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡൊക്കെ കുറഞ്ഞു. ഇനിയിപ്പം കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ് ഈ വണ്ടിക്ക്. ഇവിടെ ചവിട്ടി കേട്ടോ, ചവിട്ടി. നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന സമയത്ത് ഈ വണ്ടിക്ക് 19 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മുക്കിലും മൂലയിലും സ്റ്റോപ്പുള്ള ഇതേ റൂട്ടിൽ വരുന്ന നാഗർകോവിൽ റൂട്ടിൽ വരുന്ന മംഗലാപുരം സെൻട്രലിലേക്ക് എത്തുന്ന പരശുറാം എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടി ഈ വണ്ടിയേക്കാളും വേഗത്തിലാണ് മംഗലാപുരം സെൻട്രലിൽ എത്തുന്നത്. അത് 17 മണിക്കൂർ കൊണ്ട് എത്തും. ഇതിനേക്കാളും ഡബിൾ ഇരട്ടി സ്റ്റോപ്പുള്ള വണ്ടിയാണെന്ന് ഓർക്കണം പരശുറാം. എന്നിട്ട് ഈ വെറും 19 സ്റ്റോപ്പുള്ള ഈ വണ്ടി ഇവിടെ മംഗലാപുരം എത്താൻ എടുക്കുന്നത് 17 മണിക്കൂറും 20 മിനിറ്റുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര മണിക്കൂർ അധികം ഇതിന് ബഫർ ടൈം കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ നിന്ന് ഞാൻ മംഗലാപുരത്തേക്ക് ഈ ഒരു അമൃത് ഭാരത് എക്സ്പ്രസ്സിന് തന്നെയാണ് വന്നത്. 5 മണിക്ക് മംഗലാപുരം എത്തേണ്ട വണ്ടി 2:50 ആവുന്ന സമയത്ത് മംഗലാപുരം കയറി. നിങ്ങൾ നോക്കണം, അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെന്ത് ചെയ്യണം? ഈ പാതിരാത്രിക്ക് മംഗലാപുരം എത്തിയിട്ട് എന്ത് ചെയ്യാനാ? ഒരു വണ്ടി കിട്ടുമോ? എന്തല്ലേ സമയം കൊടുക്കുമ്പം ഒരു മര്യാദക്കുള്ള സമയം അവർക്ക് കൊടുത്തൂടെ? ബഫർ ടൈം കൊടുക്കാം, പക്ഷെ ഇത്രയൊക്കെ ബഫർ ടൈം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ വണ്ടിക്ക്? ഈ ട്രെയിന് കൊല്ലം കഴിഞ്ഞിട്ട് കോട്ടയം വരെ ഏകദേശം ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് കുറവാണ് കേട്ടോ. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മലബാർ ഏരിയ നോക്കിയാൽ ആകെ 3 സ്റ്റോപ്പുകളാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്. ഈ സ്റ്റേഷനുകൾക്കിടയിൽ കൊടുത്തിട്ടുള്ള ബഫർ ടൈം ആണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ഈ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകാനുള്ള അത്രയും സമയം, ഈ ഒരു വടക്കൻ കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകാനുള്ള അത്രയും ബഫർ ടൈം ഇവിടെ ഈ ഒരു ട്രെയിൻ ഇവർ കൊടുത്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പതുക്കെ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മുടെ മുന്നിൽ ഈ മറ്റേ ഗുഡ്സ് ഉണ്ടായതുകൊണ്ടാണോ ഉരുട്ടി കളിച്ചതെന്ന് അറിയില്ല. ഏറനാട് എക്സ്പ്രസ് എന്തായാലും കുറച്ച് മുന്നിലെത്തി. അത് പയ്യന്നൂരെത്തി, നമ്മുടെ ഫ്രണ്ടിലില്ല. ഇനി സ്പീഡ് കൂട്ടുമോ നോക്കാം. ഇത്രയൊക്കെ വടക്കൻ കേരളത്തിൽ ബഫർ ടൈം ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ മലബാർ തീരത്ത് സ്റ്റോപ്പുകൾ തീരെ കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം കറക്റ്റ് അറിയില്ല കേട്ടോ. ആകെ 3 സ്റ്റോപ്പുകളാണ് ഈ വണ്ടിക്കുള്ളത്. മര്യാദക്ക് പയ്യന്നൂരും കാഞ്ഞങ്ങാടൊക്കെ സ്റ്റോപ്പ് കൊടുക്കാനേ ഉള്ളൂ ഈ വണ്ടിക്ക്. അതിനുള്ള ടൈം ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഈ സ്റ്റോപ്പുകൾ ഇങ്ങനെ കുറക്കുന്നത് അല്ല കൊടുക്കാത്തതെന്നുള്ള കാര്യമാണ് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇനി സ്റ്റോപ്പ് കൊടുത്തില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ എന്തിനാണ് ഇത്രയും ബഫർ ടൈം ഈ വണ്ടിക്ക് കൊടുക്കുന്നത്? കാസർഗോഡ് 2 മണിക്ക് ഈ വണ്ടി എത്തും, നാഗർകോവിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുമ്പോൾ. എന്നിട്ട് പിന്നെ മംഗലാപുരം എത്തേണ്ടത് 5 മണിക്കാണ്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകാൻ ബഫർ ടൈം കൊടുത്തത് 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് വേണോ? എന്തിനല്ലേ? ഒന്നെങ്കിൽ ടൈം വെട്ടിച്ചുരുക്കണം. നാഗർകോവിൽ നിന്ന് ഇപ്പോൾ 11:40 എടുക്കുന്നത് 1:40 എടുത്താൽ മതി. അപ്പോൾ ഏകദേശം രാവിലെ 5 മണിക്ക് തന്നെ എത്തുന്ന രീതിയിൽ ഇവിടെ എത്താൻ വേണ്ടി പറ്റും. ഷെഡ്യൂൾ എന്താ ഇങ്ങനെ ആക്കിയെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ഷെഡ്യൂൾ മാറ്റുക, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയല്ലേ, സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫെയറാണ് ഈ വണ്ടിക്ക് എടുക്കുന്നത്. എന്നിട്ട് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫെയറും മേടിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ശരിക്കും ഇത്. രാത്രി 2 മണിക്കും 2:30ക്കും ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് അവിടെ എന്ത് കാണിക്കാനാ? മംഗലാപുരമാണെങ്കിൽ ഒരു വെയിറ്റിംഗ് ലോഞ്ച് പോലും ഇല്ല മര്യാദക്ക് ഇരിക്കാൻ പറ്റുന്നത്. സ്ത്രീകൾക്കുള്ള വെയിറ്റിംഗ് റൂം ഉണ്ട്, പക്ഷെ ആണുങ്ങൾക്ക് ഇരിക്കാൻ ഒരു വെയിറ്റിംഗ് റൂമോ ഒരു സാധനം, ഒരു ക്ലാപ്പും അവിടെ ഇല്ല. സത്യം പറയാൻ പെട്ടുപോയ അവസ്ഥയായിരുന്നു. അവിടെ ഏതോ ഒരു ചെയറിൽ ഇരുന്നിട്ടാണ് ഞാൻ നേരം വെളുപ്പിച്ചത്. എന്തൊരവസ്ഥയാണ് നോക്കണം. ഈ കാഞ്ഞങ്ങാടും പയ്യന്നൂരൊക്കെ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വാർഷിക വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഈ കാഞ്ഞങ്ങാടും പയ്യന്നൂരൊക്കെ ബാക്കിയുള്ള സ്റ്റേഷനേക്കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാർഷിക വരുമാനമുള്ള സ്റ്റേഷനുകളാണ്. ആ ഒരു സ്റ്റേഷനൊക്കെ ഒഴിവാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ബഫർ ടൈമിൻ്റെ കാര്യം ഇനിയും പറയാനുണ്ട്. സാധാരണ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ മാക്സിമം 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ട്. പക്ഷെ ഈ വണ്ടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ ഓടുന്ന ഈ വണ്ടി അമൃത് ഭാരത് നാഗർകോവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. 2 മണിക്കൂർ എടുത്തിട്ടാണ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് എത്തുന്നത്. അത്രയും ബഫർ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ വണ്ടി. 110 തന്നെ അടിച്ചു വിടുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഷൊർണൂർ കാസർഗോഡ് ഈ ഒരു സ്ട്രെച്ച് 130-ലായാൽ ഈ വണ്ടിയൊക്കെ 130 എടുക്കും. എന്തായാലും അടിപൊളിയാവട്ടെ, സ്പീഡ് കയറട്ടെ. നമ്മുടെ LHB ആയിട്ടുള്ള മംഗലാപുരം മെയിലാണ് കേട്ടോ അപ്പുറത്തുള്ളത്. വെസ്റ്റ് കോസ്റ്റിൻ്റെ റെക് ഷെയറിംഗ് ഉള്ള വണ്ടി. ഇത് നമ്മൾ പോയ റേക്ക് തന്നെയാണോ? 2016. ഇത് വേറെ റേക്കാ കേട്ടോ. ഇതിന് സ്ലീപ്പറിന് 2026 ഉണ്ട് കേട്ടോ. അത് പൊളിച്ചു കേട്ടോ. ഇത് കുറേ 2026 മെയ്ഡ് സ്ലീപ്പർ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാ ഫസ്റ്റ് LHB റണ്ണിന് വെസ്റ്റ് കോസ്റ്റിന് കൊടുത്തത് പഴയ കോച്ച്. എന്താ അല്ലേ? നമ്മളങ്ങനെ 2ാമത്തെ സ്റ്റോപ്പായ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. 9:30 എത്തേണ്ടത് 9:58 ആയപ്പോഴാണ് എത്തിയത് ഇവിടെ. നിന്ന് കുറച്ച് ആൾക്കാർ സ്ലീപ്പറിന് കയറി. ഇനി അമൃത് ഭാരതിന് അടുത്ത സ്റ്റോപ്പ് വരുന്നത് തലശ്ശേരിയാണ്. പിന്നെ കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശ്ശൂർ, ആലുവ, എറണാകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം, വർക്കല, തിരുവനന്തപുരം, നാഗർകോവിൽ. ഇതുണ്ടോ, കോട്ടയം കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. നിങ്ങൾ തന്നെ നോക്കി കണ്ടോ. ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം ഉണ്ടോ. നമ്പർ എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് വന്ന വണ്ടിയാണ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇപ്പം കണ്ണൂരിലേക്ക് വന്നത്. നമ്മൾ തലശ്ശേരി എത്തിയിട്ട് ഇപ്പോൾ ഡിപ്പാർട്ടായി. സമയം 10:22 മറ്റേ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇന്ന് ലേറ്റാണുള്ള വണ്ടി. 1 മണിക്കൂർ 30 മിനിറ്റൊക്കെ ലേറ്റാണ്. 1.5 മണിക്കൂറിന് മേലെ ലേറ്റ് ഉണ്ട്. ഇതിവിടെ എത്തി. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു P7. വടകര സ്റ്റേഷനിൽ നമ്മളെ കൊണ്ടുവന്ന് പിടിച്ചു. നമ്മുടെ തൊട്ട് മുമ്പിൽ ഏറനാട് എക്സ്പ്രസ് ഉണ്ട്. അതിന് ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ ഓവർടേക്ക് കൊടുത്തില്ല.
അതിൻ്റെ പുറകിൽ കടന്ന് ഉരുട്ടുക നമ്മളിങ്ങനെ. അതുകൊണ്ട് ഇവിടെ പിടിച്ചു. ഇപ്പം വടകരയിൽ നിന്ന് ഡിപ്പാർട്ടായതേ ഉള്ളൂ എറണാട്. ഇനി കുറച്ചങ്ങോട്ട് എത്തിയാലേ നമുക്ക് സിഗ്നൽ കിട്ടുള്ളൂ. ഇവിടെ ഒഫീഷ്യൽ സ്റ്റോപ്പൊന്നുമില്ല നമുക്ക്, എന്നാലും ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ നിർത്തി. ആളുകൾ ചിലപ്പോൾ കയറും കേട്ടോ. ഇങ്ങനെ വണ്ടി നിർത്തുമ്പം സ്റ്റോപ്പ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ. സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഇതിന് കയറും. ഇതിന് ഫെയർ വരുന്നത് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഫെയറാണ് കേട്ടോ. അടുത്ത സ്റ്റേഷനിലും കൊണ്ടുവന്ന് നമ്മളെ ചവിട്ടി. ഇരിങ്ങൽ മുമ്പിൽ ഏറനാടുള്ളത് കൊണ്ടാണ് ഓവർടേക്ക് കൊടുക്കണില്ല. എന്ത് ചെയ്യുക, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇട്ട് ഉരുട്ടുക നമ്മൾ. ഈ അമൃത് ഭാരതിന് വന്ദേ ഭാരതുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും വന്ദേ ഭാരതിൻ്റെ പ്രയോറിറ്റി ഒന്നും ഈ വണ്ടിക്ക് കിട്ടൂല കേട്ടോ. അമൃത് ഭാരതും വന്ദേ ഭാരതും ഏകദേശം ഡിസൈനും കളറൊക്കെ സെയിം ആണ്. അതുമാത്രമേ സാമ്യമുള്ളൂ, അല്ലാതെ പ്രയോറിറ്റി ഈ വണ്ടിക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾ ഏറനാട് എക്സ്പ്രസ്സിന് ഓവർടേക്ക് അടിച്ചിട്ട് കയറി കേട്ടോ. ഞാൻ കണ്ടില്ല. ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് കറക്റ്റ് ആ സമയത്ത് തന്നെ ഓവർടേക്ക് അടിച്ചിട്ട് കയറി. ഇപ്പം നമ്മളാ ഫ്രണ്ടിലുള്ളത്. നമ്മളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. സമയം ഇപ്പോൾ 11:24 കേട്ടോ. അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് അത്. അവർ സ്റ്റേഷൻ തന്നെ വിളിച്ചു പറയാം. മറ്റേ റെക്കോർഡ് ആക്കിയിട്ടില്ല ഇതുവരെ എന്ന് തോന്നുന്നു, എവിടെ ആക്കിയിട്ടില്ല. ഞാൻ ഇവിടെ കോഴിക്കോട് ഇറങ്ങാൻ പോവാം കേട്ടോ. എന്താ ഇറങ്ങിയെന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ പറയാം. അങ്ങനെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്സിന് മംഗലാപുരത്ത് നിന്ന് കയറിയിട്ട് ഞാൻ കോഴിക്കോട് ഇറങ്ങി. തിരൂർ വരെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. കോഴിക്കോട് ഇറങ്ങാൻ കാരണം വണ്ടി ലേറ്റാണ്. ഇനി തിരിച്ചു പോകേണ്ട വണ്ടി ഞാൻ മറ്റേ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്സിന് കയറിയിട്ട് വരാമെന്നാണ് വിചാരിച്ച്. ആ വണ്ടി ഓൺ ടൈമിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 11:45 കഴിയുമ്പോൾ തിരൂരെത്തും. ഈ വണ്ടി 11:55 കഴിയുമ്പോഴേ തിരൂരെത്തുള്ളൂ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇതിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ തിരിച്ചു വരേണ്ട വണ്ടി മിസ്സാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 3 അമൃത് ഭാരത് ആണ് സർവീസ് നടത്തുന്നത്. അതിൽ ഈ പോയ ഈ മംഗലാപുരം നാഗർകോയിൽ അമൃത് ഭാരത് എക്സ്പ്രസ് മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ വണ്ടിയായിട്ടുള്ളത്. കേരളം ഓപ്പറേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷനാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റുള്ള 2 അമൃത് ഭാരത് എക്സ്പ്രസ്സും അതിലൊന്ന് താമ്പരം തിരുവനന്തപുരമാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെന്നൈ ആണ്. പിന്നെയുള്ളത് തിരുവനന്തപുരം ചർലപ്പള്ളി, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. നമ്മുടെ വണ്ടിയല്ല അത് രണ്ടും. ഈ ഒരു വണ്ടി മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെതായിട്ട് ഉള്ളത്. നമ്മൾ തലശ്ശേരി വെച്ചിട്ട് കണ്ട യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്സില്ലേ, ആ വണ്ടി 1.5 മണിക്കൂറിന് മേലെ ലേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ വണ്ടി എല്ലായ്പ്പോഴും ബിഫോർ ടൈം അടിച്ചിട്ട് കണ്ണൂരിൽ കയറുന്ന വണ്ടിയായിരുന്നു. അത് വാളയാറിനടുത്ത് വെച്ചിട്ട് ഒരു കാട്ടാനയെ ഇടിച്ചിട്ടുണ്ടായിരുന്നു പോലും. ഇപ്പം ന്യൂസ് കണ്ടു, പിന്നെ കാട്ടാന ചെരിഞ്ഞു മരിച്ചുപോയി. അത് ഇനിയിപ്പം വനം വകുപ്പിൻ്റെ വക ലോക്കോ പൈലറ്റിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ചാൻസ്. കേസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എന്താവും അറിയില്ല. അതുകൊണ്ടാണ് ആ വണ്ടി ലേറ്റ് ആയത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം 27ഓളം അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 1/4 ഭാഗവും വീക്കിലി സർവീസ് നടത്തുന്ന വണ്ടികളാണ്. പിന്നെ ബാക്കിയുള്ളത് ബൈ വീക്കിലി സർവീസ് നടത്തുന്നതും ട്രൈ വീക്കിലി സർവീസ് നടത്തുന്ന വണ്ടികളും. ഈ ഒരു 27 അമൃത് ഭാരത് എക്സ്പ്രസ്സുകളിൽ ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടി രാജേന്ദ്ര നഗർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. ബാക്കിയുള്ളതെല്ലാം വീക്കിലിയും ബൈ വീക്കിലിയും ട്രൈ വീക്കിലിയും ഓടുന്ന വണ്ടികളാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ അമൃത് ഭാരത് എക്സ്പ്രസ്സുകളിൽ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന അമൃത് ഭാരത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഈറോഡ് ജംഗ്ഷന് ബീഹാറിലെ ജോഗ്ബാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്.
അവിടത്തേക്ക് ഓടുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന അമൃത് ഭാരത്. ഇപ്പം അമൃത് ഭാരതിൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. തിരിച്ചു പോയിട്ട് പയ്യന്നൂർ എത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് വണ്ടി അറൈവ് ചെയ്യുന്നതും പയ്യന്നൂർ എത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നതും ആ 2 ക്ലിപ്പും കൂടി മാത്രം ഇതിലൂടെ ആഡ് ചെയ്യും. ഏറനാട് എക്സ്പ്രസ് അങ്ങനെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുണ്ട് ജനറലിൻ്റെ ബാക്ക് സൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കായിരിക്കും മിക്കവാറും. കണ്ടോ, അവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനുണ്ടാവും, അതാ ഒരു സമാധാനം. ഇത് വരുന്നുണ്ട് ഒരു WP4 ലോക്കോ. അരക്കോണത്തിൻ്റെ ആണ് WP4. നമ്മളങ്ങനെ അമൃത് ഭാരതിന് പോയിട്ട് ഏറനാടിന് തിരിച്ചു വന്നു. ഏറനാട് നിന്നിട്ട് ഇവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് ഡിപ്പാർട്ടായ സമയം ഇപ്പം 3:25 കഴിഞ്ഞു. ലേറ്റാണ് വണ്ടി, ഒരു 10-20 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ പയ്യന്നൂർ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് വരെ പോയി തിരൂർ പോകണമെന്ന് വിളിച്ചാണ്. തിരൂർ പോയാൽ ഇങ്ങോട്ട് വരേണ്ട വണ്ടി മിസ്സാവും. അതുകൊണ്ട് പിന്നെയുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ ചെന്നൈ എഗ്മോർ മംഗലാപുരമാണ്. അതിനൊരു 2-2.5 മണിക്കൂർ അവിടെ തിരൂർ പോസ്റ്റായിട്ടിരിക്കണം. അതിന് വയ്യ വിചാരിച്ചിട്ടാണ് കോഴിക്കോട് ഇറങ്ങിയത്. എന്നിട്ട് കോഴിക്കോട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഏറനാട് എക്സ്പ്രസ് വരാനുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അതിന് കയറിയിട്ട് പയ്യന്നൂരിലേക്ക് വന്നു. ഏറനാടിന് അല്ലെങ്കിൽ മറ്റേ കോയമ്പത്തൂർ മംഗലാപുരത്തിന് വരണം എന്നാണ് വിചാരിച്ചത്. അത് ഏറനാടിന് തന്നെ വന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്തി. ഇല്ലെങ്കിൽ 4 മണിയാവും മറ്റേ കോയമ്പത്തൂർ മംഗലാപുരം ഇവിടെ എത്താനായിട്ട്. 1 മണിക്കൂർ ലാഭം കിട്ടി. 1 മണിക്കൂറില്ല, ഒരു 3/4 മണിക്കൂർ ലാഭം കിട്ടി. അപ്പോൾ നമ്മുടെ അമൃത് ഭാരതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം ഒരു ലോങ് വീഡിയോ ആണ്. ഒരു ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി യാത്രയാണ്. ഒരു 8-9 ദിവസത്തെ യാത്രയുണ്ടാവും. ഒരു ലോങ് ജേണി. നിങ്ങൾ ലോങ് ട്രിപ്പ് പോകണില്ല, നോർത്ത് ഇന്ത്യ പോകുന്നില്ല പറഞ്ഞില്ലേ, എപ്പോഴും പറയാറുണ്ട് കുറേ പേര്. അതുകൊണ്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.